പ്രസാദ് ദീർഘകാലം പാലക്കാട് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. മുകേഷ് ഒരുപക്ഷെ അക്കാലത്ത് ഡൽഹിയിലുമായിരിക്കും. എന്നാലും നാട്ടുകാരാണ്, ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്, വ്യക്തിപരമായ ബന്ധമുണ്ടാകണം. എങ്ങനെയാണ് മുകേഷിനെ ഓർക്കുന്നത്? മധു, ഞാൻ പാലക്കാടുള്ള സമയത്ത് തന്നെ മുകേഷുമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. കാരണം മുകേഷ് മലപ്പുറത്തേക്ക് അല്ലെങ്കിൽ പാലക്കാട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരണം എന്നൊരു താല്പര്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെ പാലക്കാട് ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ മുകേഷ് വിളിക്കുമായിരുന്നു. മുകേഷിൻ്റെ അതിജീവനം എന്ന ഓൺലൈനിലെ പരമ്പര വായിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നതിന് ശേഷമാണ് മുകേഷ് അവിടെ വരുന്നത്. അപ്പോഴും നമ്മളുടെ ബന്ധം ഡെസ്കിലായാലും പാലക്കാട്ടുകാരൻ എന്ന നിലയിൽ ദീർഘകാലം പാലക്കാട് ജോലി ചെയ്ത ഒരാൾ എന്ന നിലയിൽ ദൃശ്യങ്ങളെ കൃത്യമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി എപ്പോഴും മുകേഷ് വിളിക്കും. കഴിഞ്ഞ ദിവസവും മുകേഷ് വിളിച്ചിട്ടുണ്ട്, ഡെസ്കിലുണ്ടോ പ്രസാദൻ ഡെസ്കിലുണ്ടോ എന്ന് ചോദിച്ച് മുകേഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ എല്ലാ വാർത്തകളും മുകേഷ് എടുക്കുന്ന ദൃശ്യങ്ങൾ നല്ല രീതിയിൽ പോകണമെന്ന് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അത് ലൈബ്രറിയിൽ ഫയൽ ചെയ്ത് വെക്കണം, ഒരു ദിവസത്തേക്ക് മാത്രം ഉപയോഗിക്കാനുള്ള അങ്ങനെ കൃത്യമായൊരു കാഴ്ചപ്പാടോടുകൂടി ഷൂട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. 2 പ്രോഗ്രാമുകൾക്ക് മുകേഷ് എൻ്റെ കൂടെ സഹകരിച്ചിട്ട്, ഒന്ന് നമ്മൾ കരിമ്പനയുടെ ജാതകം എന്നതിൻ്റെ അവസാനം ചെയ്ത ഒരു ദിവസം മൊത്തം മുകേഷായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊല്ലംകോട്ടെ തനി ഓണം എന്ന പ്രോഗ്രാമിനും മുകേഷ് ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ബസ്നേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ മുതൽ രാത്രി വരുന്ന ഒരു ക്ഷീണവും ഒരു വിഷമവും പറയാതെ ഫുൾ ടൈം വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഏത് സമയത്തും നിന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു മുകേഷ്. ഇപ്പോൾ മുകേഷ് ഇന്നിപ്പോൾ അപകടത്തിൽപ്പെട്ടതൊരു അങ്ങനെ സ്ഥിരം അപകട മേഖലയല്ല. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മലമ്പുഴയിൽ നിന്ന് കഞ്ചിക്കുട്ടിക്ക് പോകുന്ന ഭാഗത്ത് കാട്ടാന എപ്പോഴും ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ റോഡെല്ലാം മുറിച്ച് കിടക്കുന്ന കാട്ടാനക്കുളം. അങ്ങനെ നാട്ടുകാർ കാട്ടാനകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഗോകുലും മുകേഷും ഡ്രൈവർ മനോജും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ പോയി പുഴ മുറിച്ച് കിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താനായിട്ടുള്ള സമയം ഏറ്റവും നല്ല ദൃശ്യങ്ങൾ പകർത്താം എന്ന രീതിയിൽ വളരെ സേഫായി തന്നെ നിന്നു. പക്ഷേ പെട്ടെന്ന് ആന തിരിഞ്ഞ് ഇവർക്ക് നേരെ അക്രമോത്സവത്തോട് ഓടി വരികയായിരുന്നു. ആ സമയത്താണ് ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടായത്. മുകേഷും എല്ലാവരും ഓടി, പക്ഷേ മുകേഷ് കാൽ തട്ടി തടഞ്ഞ് വീഴുകയായിരുന്നു. അങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷിച്ചതല്ല. എല്ലാ ചാനലുകാരും എല്ലാവരും പോയി അവിടെ പോയിട്ട് ദൃശ്യങ്ങൾ എപ്പോഴും പോയാലും ആനയുടെ ദൃശ്യങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ അത്തരമൊരു നല്ലൊരു ദൃശ്യത്തിന് വേണ്ടിയിട്ടാണ് മുകേഷ് പോയത്. എപ്പോഴും വാർത്തയോട് താല്പര്യമുള്ള ഒരു വ്യക്തി. ഇപ്പോൾ ഞാൻ ഡെസ്കിലിരിക്കുന്ന സമയത്ത് ഇന്ന് പെട്ടെന്ന് മനോജിൻ്റെ കരച്ചിലാണ്, ഡ്രൈവർ മനോജിൻ്റെ കരച്ചിലാണ് ഇത് വരുന്നത്. അങ്ങനെ ഒരു ദുരന്തം നമുക്കിന്ന് കേൾക്കേണ്ടി വന്നു മധു.